ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ മഴയൊക്കെ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയാണ് കേട്ടോ. അങ്ങനെ തുള്ളി തോരാതെ പെയ്യത്തില്ലേ, അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ പിന്നെ കുറേ മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ആദ്യത്തെ പണി മാങ്ങ പറിക്കലായിരുന്നു കേട്ടോ. കുറേയൊക്കെ കേട് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇപ്രാവശ്യം നമ്മൾ പാപ്പ ഇങ്ങനെ മാവ് പൂക്കാൻ തുടങ്ങുമ്പം തന്നെ എന്തേലും മേടിച്ച് കെട്ടുമായിരുന്നു. ഈ കീടനാശിനി ഉണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയാൻ മേല കേട്ടോ. അപ്പോൾ അത് എല്ലാ വർഷവും കെട്ടുന്നതായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ അത് കെട്ടിയിട്ടില്ലായിരുന്നേ. അത് കാരണം തന്നെ ഞങ്ങളുടെ മാങ്ങയെല്ലാം ഇങ്ങനെ പുഴുക്കുത്തും അതുപോലെ കേടായിട്ടൊക്കെ ഇങ്ങനെ മാങ്ങ പിടിച്ച് ഒരു പരുവമാകുമ്പോഴത്തേക്കും കേട് വന്നിട്ടൊക്കെ വീഴുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോഴും വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിൽ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നല്ലൊരു പഴുത്ത മാങ്ങയും കിട്ടി കേട്ടോ. ഈ വർഷം നമുക്കങ്ങനെ അതിൽ നിന്ന് പഴുത്ത മാങ്ങ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ താമസിച്ചാട്ടോ പൂത്തത് തന്നെ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ കാലം തെറ്റിയിട്ട് പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പഴുത്ത മാങ്ങയൊക്കെ നമുക്ക് ഓരോ ദിവസമൊക്കെ ഓരോന്നൊക്കെ വെച്ചിട്ടൊക്കെ വീഴുന്നുണ്ട്. ചിലപ്പോൾ കിളികളും അണ്ണാനൊക്കെ കൊത്തിയൊക്കെ ആയിരിക്കും ഇടുന്നത്. ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് തോട്ടി വെച്ചിട്ട് വലിച്ചെടുക്കാനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ കുറച്ച് അവിടെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് കയറി ചാരമൊക്കെ വാരി അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി സാമ്പാറായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പും 2-3 വെണ്ടയ്ക്കയും തക്കാളിയും കൂടെയൊക്കെ, തക്കാളിയല്ല, വഴുതനങ്ങയും വെണ്ടയ്ക്കയും അതുപോലെ പരിപ്പും കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിലോട്ടാക്കി വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് സവോളയും തക്കാളിയും ഒക്കെ ഇട്ട് ഒന്ന് വാട്ടി ഒഴിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കറി അവിടെ റെഡി ആവുമേ. അപ്പോൾ അത് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഉപ്പും സോഡയൊക്കെ ഇട്ടിട്ട് കലക്കി കുറച്ച് നേരം വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എന്നും പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ മറക്കും, നിങ്ങൾ ചെയ്യത്തില്ല കേട്ടോ. ഒരുപാട് തവണ ഇങ്ങനെ പറയുമ്പോഴത്തേക്കായിരിക്കും കുറച്ച് ആളുകളെങ്കിലും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് പറയുന്നതാണ് കേട്ടോ. ഇത് ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നലെ എനിക്ക് വീഡിയോ പിന്നെ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് ഇങ്ങനെ ഇന്നും കറണ്ട് പ്രശ്നമാണ് കേട്ടോ. പോയും വന്നും നിൽക്കുന്നത് എന്താണെന്ന് അറിയത്തില്ലേ. അതുപോലെ ചാർജ് ഇങ്ങനെ നിൽക്കുന്നതുമില്ല നമുക്ക്. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഷോർട്ടൊക്കെ ഇട്ടിട്ട് ഷോർട്സ് കുറച്ച് പേരെ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഇട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് 1 ഇട്ടു. പിന്നെ രാത്രി നമ്മൾ സെയിം ഇടുന്ന ടൈം ഒരു 7:45 ആയപ്പോഴത്തേക്കും വേറൊരു ഷോർട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഷോർട്സ് കാണുന്നവർ എൻ്റെ ലോങ് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രണ്ടും പറയണമല്ലോ. പിന്നെ നമ്മുടെ വീടൊക്കെ ഇഷ്ടമാണ്, നമ്മുടെ പ്രദേശമൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് കണ്ടിട്ടോ. അത് ഷോർട്സ് വീഡിയോയിലാണ് ഞാൻ കണ്ടത്. ആൾ ചിലപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ ഒന്നും കണ്ട് കാണത്തില്ല. ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. ആൾ പുതിയ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. നമ്മളെ വീടൊക്കെ കണ്ടപ്പോൾ സൂപ്പർ അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാട്ടോ. ആൾ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ അവരെ കൊണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. നമ്മൾ ചെറിയ യൂട്യൂബറൊക്കെ ഒന്ന് വിജയിച്ച് പോട്ടെ. അപ്പോൾ ഇത് പാത്തു രാവിലെ വന്നിട്ട് ഇവിടെ നിൽക്കുക കേട്ടോ. കുരങ്ങടിച്ച മുഖം കൊണ്ട് വന്ന് നിൽക്കുകയാണ്. ആളത്ര ഇതൊന്നും അല്ല. രാവിലെ എന്തൊക്കെയോ ഇടങ്ങേറായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ ആളിന്. ആ സമയം സത്യം പറഞ്ഞാൽ ഈ രീതിയിലൊന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ ഞാൻ സത്യത്തിൽ മൈൻഡ് ചെയ്യാറില്ല. അല്ലെങ്കിൽ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടന്നൊരു കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ രാവിലെ ഉള്ളു കേട്ടോ. രാവിലെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊയ്ത്തുരുമ്പ് തോന്നും ആളിൻ്റെ മനസ്സിൽ. എപ്പോഴും വന്ന് കിടന്നിങ്ങനെ ചിണുങ്ങുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മധുരദോശ വേണമെന്ന് പറഞ്ഞു. മധുരദോശ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നെയ്യും കുറച്ച് പഞ്ചസാരയൊക്കെ തൂകിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ, കട്ടി കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട്. അതിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് ആൾ. പിന്നെ ഞാൻ നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ തൂകിയിട്ട് ആളിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ടിട്ട് ആളങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ടിട്ട് നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കൊച്ചുള്ളിയും തക്കാളിയും കൂടെയൊക്കെ വാട്ടി അതിലേക്ക് മുളകും മല്ലിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് ഇടുന്ന കറിവേപ്പിലയും മല്ലിയില, ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ, അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് കറിയും ഇവിടെ റെഡിയാക്കി കാപ്പിയൊക്കെ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങ പറിച്ചപ്പോഴത്തേക്കും എല്ലാം ചെളിയിലാട്ടോ വീണത്. എല്ലാം പിന്നെ കൊണ്ടുപോയിട്ട് കഴുകി. നല്ല മഴ പെയ്യുന്ന സമയമല്ലായിരുന്നു. അപ്പോഴത്തേക്കും
കാക്ക കരയുന്നു കേട്ടോ. അപ്പോഴേ നമ്മളതിൽ നല്ല രീതിയിലൊന്ന് കഴുകി പിന്നെ ഒന്ന് തുടച്ചെടുത്ത് കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറേ വിളഞ്ഞ മാങ്ങ ഉണ്ടായിരുന്നു. അതായത് എന്താ നമുക്കെന്തായാലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. ഇത് പുറമെ കൊടുത്തു വിടാനായിട്ട്, ഗൾഫിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അച്ചാറിടാനായിട്ടാണ്. അപ്പോൾ എന്തായാലും വിളഞ്ഞ മാങ്ങയിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി മധുരത്തിൻ്റെ ചവയായിരിക്കും. നമ്മൾ വീട്ടാവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വിളഞ്ഞ മാങ്ങയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് നമുക്ക് ഉപ്പിലിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി. തറയിൽ വീണതുകൊണ്ടേ പഴുക്കാനും വെക്കാൻ പറ്റത്തില്ലല്ലോ, ചളിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മളത് വിളഞ്ഞതൊക്കെ ഒരു 10-15 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് അരിഞ്ഞ് അച്ചാറിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി പണികളൊക്കെ അടുക്കള ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം നമ്മൾ അച്ചാറിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇന്നലെ അച്ചാറിട്ടില്ല കേട്ടോ. ഇന്നലെ പിന്നെ ഞാൻ അരിഞ്ഞ് ഉപ്പിട്ട് എന്തായാലും 2-3 ദിവസം നമ്മൾ അച്ചാറിന് വെച്ചിരിക്കണമല്ലോ. ഇന്ന് ഒരു ദിവസമേ ഇരുന്നിട്ടുള്ളൂ. 2-3 ദിവസം നമ്മൾ ഉപ്പിട്ട് വെച്ചെങ്കിൽ മാത്രമേ ഉപ്പ് ആ മാങ്ങയിൽ പിടിക്കത്തുള്ളൂ. നല്ല ചൊവ്വിന് പിടിക്കണമല്ലോ അച്ചാറിന്. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മീൻ 2-3 ദിവസം കൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടക്കേ ഇല്ല. മഴയൊക്കെ ആയതുകൊണ്ടാണ് മീൻ ഇല്ലാത്തത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അനിയത്തിയുടെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് പോയിട്ട് അകമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, എരുത്തിൽ ഇട്ടിരിക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. വാടി തുണികളൊക്കെ ഞാനിങ്ങനെ പറക്കി അകത്ത് കൊണ്ടിട്ട് ജനലിൻ്റെ വശത്തൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യാറ് കേട്ടോ. അവിടെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോഴത്തേക്കും ആ ഒന്ന് വെള്ളം തോർന്ന് കിട്ടിയ തുണിയിൽ തന്നെ ഒന്നും എന്താ തൂളി അടിച്ച് കയറ്റിയിട്ട് പിന്നെ അത് മൊത്തം നനയത്തില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തിട്ട് അകത്തുകൊണ്ടിട്ടിട്ടാ. ഇനി നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് കോവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നേ. അതിന് 2-3 ദിവസം കൊണ്ട് ഇരിക്കുന്നതാണ്. അതിന് നമ്മൾ മെഴുക്കുരട്ടിയൊന്നും ആക്കിയില്ല എന്നുണ്ടെങ്കിലേ അതിൽ പഴുത്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് മെഴുക്കുരട്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചമ്മന്തിയും കൂടെയൊക്കെ അരച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഊണ് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അത് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ കോവയ്ക്ക മെഴുക്കുരട്ടിയും ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ നാടൻ ചമ്മന്തി ഉണ്ടല്ലോ, പച്ച അരച്ച് വെക്കുന്ന ആ ചമ്മന്തി ആട്ടോ അരച്ചത്. കുറച്ച് കൊച്ചുള്ളിയും തേങ്ങയും മുളക് പൊടിയും പുളിയും ഉപ്പും കൂടെയൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്ത ചമ്മന്തി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി ഇതാണ് കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് അടിച്ചിരുന്നാലും ഇല്ലെങ്കിൽ ചുട്ടരച്ചിരുന്നാലും അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് ഈ ചമ്മന്തിയോടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ ചമ്മന്തിയോടാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചമ്മന്തിയും ചെറുപയറിൻ്റെ തോരനും, നിങ്ങൾ കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. ചെറുപയർ തോരനും ചമ്മന്തി ഒന്ന് കഴിച്ചിട്ട് പറയട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്ന സമയത്തൊന്ന് കഴിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചിയാണേലേ അതിൻ്റെ എന്താ മാങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് തലങ്ങും വിലങ്ങുമൊക്കെ ഒന്ന് കീറി തന്നിട്ടുണ്ടായിരുന്നേ. അരിയുന്ന കാര്യം മൊത്തം ഞാനാട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് അരിഞ്ഞ് ഞാൻ തീർക്കും. ഏത് സാധനവും പെട്ടെന്ന് ഇങ്ങനെ കച്ചകച്ചാന്ന് പറഞ്ഞിട്ട് അരിയാനായിട്ട് കുഴപ്പമില്ല കേട്ടോ, ഞാനങ്ങ് ചെയ്തോളുവേ. അപ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് വെക്കേണ്ടത്. നമ്മുടെ കയ്യിൽ കല്ലുപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊടിയുപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമേ. ആ മാങ്ങ എടുക്കുന്നതിനനുസരിച്ച് ഇരട്ടിക്ക് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ മാങ്ങയുടെ പുളിപ്പിനോട് തമ്മിൽ അങ്ങോട്ട് യോജിക്കത്തുള്ളേ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ കൈകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. പക്ഷെ കൊടുത്തു വിടേണ്ട സാധനമല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ കൊണ്ടിട്ട് കുറച്ച് ഡീസൻ്റ് കാണിച്ചാണ് കേട്ടോ. അങ്ങനെ കൈകൊണ്ട് തിരുമ്മി എടുക്കാൻ ഒരു പേടി, ചീത്തയായി പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. ഈ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ, അതായത് ഇന്ന് അച്ചാറിട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പാത്തുവിന് പിന്നെ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേക്കറി ഒന്നും ഇരിപ്പില്ലായിരുന്നു കേട്ടോ. എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഉള്ളി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ഉള്ളിയുടെ ഉള്ളിവട അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. മൈദമാവൊന്നും ഇല്ലായിരുന്നേ, മൈദമാവും പച്ചമുളകും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടിയും അതിന് എന്താ മൈദമാവിന് പകരം കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട്, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. കടലപ്പൊടി ഉണ്ടല്ലോ, മെയിനായിട്ടുള്ള കടലപ്പൊടി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല ഒരു ഉള്ളിവടയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വൈകിട്ട് കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അച്ചാറിടലായിരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൈ ഉമ്മച്ചിയുടെയാണ് കേട്ടോ. എനിക്ക് ഈ അച്ചാറിൻ്റെ പരിപാടി മാത്രം പറ്റത്തില്ല. എന്നാലും ഒരുവിധം ഇപ്പോൾ പഠിച്ചൊക്കെ വരുന്നുണ്ട്. അച്ചാർ മാത്രം എനിക്ക് എന്താണെങ്കിലും അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ പറ്റും. അച്ചാർ, രസം, ഇത് രണ്ടും ഞാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ മാങ്ങയിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇന്നൊരു ദിവസം കൂടി ഇരുന്നിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ട് ഒന്നുകൂടി ആളൊന്ന് ഒതുങ്ങിയേനെ കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഉമ്മച്ചിയാണെങ്കിൽ ആവശ്യത്തിനുള്ള അളവൊന്നും എനിക്ക് പറയാൻ വയ്യ കേട്ടോ. ഉമ്മ തട്ടിയാണ് ഇടുന്നത്. ഉമ്മ എല്ലാം കൈക്കണക്കായതുകൊണ്ട് എല്ലാം വാരി തട്ടുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഉമ്മച്ചി എന്തുവാ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാർ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. മാങ്ങയും ആ പൊടിയും മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ അച്ചാറിടാനായിട്ട് പോവാം കേട്ടോ. വലിയ ഉരുളി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിൽ സാധാ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കത്തേ ഉള്ളൂ. ഇതിപ്പം കുറച്ച് ഇരിക്കണമല്ലോ, കുറച്ച് നാളും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കടുക്, വെളുത്തുള്ളി, അളവൊന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ. വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ ആ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടി അവരൊക്കെ ഒന്ന് ശാന്തമായതിന് ശേഷം നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ എണ്ണയും അതും മാങ്ങയും കൂടെ ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് അതിൽ കിടക്കട്ടെ കേട്ടോ. 1 മിനിറ്റുള്ള സമയം കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കടുക് പൊടിഞ്ഞ് പൗഡറായിട്ടില്ല, ഒന്ന് ചതച്ചെടുത്ത കടുക്, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, അതുപോലെ കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് അപ്പം നല്ലൊരു മണം വരും. പിന്നെ അപ്പോഴത്തന്നെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ. ചട്ടിയോട് കൂടി തീർന്നെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ അങ്ങ് വെന്ത് പോവും, അച്ചാറിൻ്റെ ടേസ്റ്റേ മാറും എന്നാണ് ഉമ്മച്ചി പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ഷെഫ് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ മാങ്ങയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.